വളരെ അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ ഏറ്റവും പോസിറ്റീവായി. ഒരു താബിഈ പണ്ഡിതൻ മരിക്കാൻ കിടക്കുകയാണ്. ഒരു താബിഈ പണ്ഡിതൻ മരിക്കാൻ കിടക്കുക വളരെ ചെറുപ്പത്തിൽ, പ്രായമാകണീൻ്റെ മുമ്പ്. പ്രായമായിട്ട് മരിക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ ആലോചിക്കി, ഒരു 40-35 വയസ്സിലെ 25 വയസ്സിലേക്ക് ഒരാൾ മരിക്കാൻ കിടക്കുമ്പം മാതാപിതാക്കൾ ഇങ്ങനെ സമീപത്തിരിക്കുമ്പോൾ ഒരു മാനസികാവസ്ഥ ആലോചിച്ച് നോക്കി. ഏത് വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും കൽബാണ് പിടക്കാതൊക്കെ. ഒരു 10-25-30 വയസ്സായ മക്കൾ രോഗമായിട്ട് ഇങ്ങനെ മരണശൈലിയിൽ കിടക്കുന്നതിൻ്റെ അടുത്തിരിക്കുന്ന ഒരു മാതാപിതാക്കളുടെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്കി നിങ്ങൾ. അപ്പം അമ്മ ഇങ്ങനെ കരയാണ്. അപ്പോൾ പണ്ഡിതന്മാരോട് ചോദിക്കാണ്, മനൊന്ന് റെഡി ഉസാറാക്കാൻ വേണ്ടിയിട്ടേ, ഞങ്ങളൊരു കാര്യം ചോദിക്കട്ടെ. എന്താ മോനെ? നാളെ മഹ്ശറയിൽ പടച്ചോൻ പറയാണ്, സ്വർഗത്തുക്കും നരകത്തുക്കും ആക്കാനുള്ള അധികാരം പടച്ചോൻ ഉമ്മാക്കണ് തരികയാണെങ്കിൽ എന്നെ എങ്ങോട്ടാണ് ആക്കുവെച്ച്? നാളെ എന്നെ സ്വർഗത്തുക്കും നരകത്തുക്കും ആക്കാനുള്ള അധികാരം ഉണ്ടല്ലോ, അത് പടച്ചോൻ ഉമ്മാക്കാണ് തരുന്നുണ്ടെങ്കിൽ എന്നെ എങ്ങോട്ടാക്കുകയെന്ന് ചോദിച്ചു. അപ്പം അമ്മ പറഞ്ഞു, ഉമ്മാൻ്റെ കുട്ടീൻ്റെ എല്ലാ പാപങ്ങളും ഞാൻ പുറത്തു നിന്നിട്ട് ഉമ്മാൻ്റെ കുട്ടീനെ ഞാൻ സ്വർഗത്തേക്ക് ആക്കുന്നു, അല്ലാതെ എന്താണ്. അപ്പം അദ്ദേഹം തിരിച്ച് ഉമ്മാനോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഉമ്മ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളെക്കാൾ എന്നെ ഇഷ്ടപ്പെടുന്നവനാണ് എൻ്റെ റബ്ബ്. ഒരു ഉമ്മാൻ്റെ ആഗ്രഹമാണ് ഇപ്പം അത്. അപ്പം അമ്മാനേക്കാൾ അള്ളാഹു മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരാളുടെ അള്ളാഹു. അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞതാണ്. അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞ സത്യ ഹക്കായ കാര്യമാണത്. ഒരു യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ ഒരു കുട്ടിനെ നഷ്ടപ്പെട്ട് ആ കുട്ടിനെ അങ്ങനെ അന്വേഷിച്ച് പോകുന്ന ഒരു ഉമ്മ ലാസ്റ്റ് ആ യുദ്ധത്തിൻ്റെ ആരവങ്ങളൊക്കെ കെട്ടടങ്ങി, പൊടിയൊക്കെ കെട്ടടങ്ങി ആ കുട്ടിനെ കണ്ടെടുത്തിട്ട് ആ കുട്ടിനെ അങ്ങനെ കെട്ടിപ്പിടിച്ച് തുരുതുരാ ഉമ്മ വെക്കുന്ന സന്ദർഭത്തിൽ ആ രംഗം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അള്ളാഹിൻ്റെ റസൂൽ സഹാബത്തിനോട് ചോദിക്കുകയാണ്, ആ കുട്ടിനെ ആ അമ്മ തീയിൽ കൊണ്ടേയിടും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ചോദിച്ചു. ഒരിക്കലുമില്ല നബിയെ. എങ്ങനെ അമ്മ തീനെ കൊണ്ട? അതിനേക്കാൾ ആ കുട്ടിയെ ഉമ്മ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരടിമയെ അള്ളാഹു സ്നേഹിക്കുന്നുണ്ട് എന്നാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് അങ്ങനെ അള്ളാഹുവിനെ പറ്റി പോസിറ്റീവായിട്ട് വിചാരിക്കാൻ പറ്റണം. അതെന്നെ ഇബാദത്താണ്. അള്ളാഹു മാപ്പ് തരുന്നവനാണ്, അള്ളാഹു പുറത്തു തരുന്നവനാണ്, അള്ളാഹു കാരുണ്യവാനാണ്, അള്ളാഹു എൻ്റെ എല്ലാ പ്രയാസങ്ങളും കണ്ടറിയുന്നവനാണ് എന്ന് അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കാനും അറിയാനും സ്നേഹിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതം വിജയിച്ചു. നമ്മൾ അള്ളാഹിനെ അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല അല്ലേ? അള്ളാഹു റഹീമാണ്, കാരുണ്യവാനാണ്. അള്ളാഹു ഗഫൂറാണ്, മുഴുവൻ പാപങ്ങളും പുറത്തു തരാൻ മാത്രം കാരുണ്യവാനാണ് പടച്ചോൻ. അടച്ചേക്ക് അള്ളാഹു എത്ര പാപങ്ങൾ ചെയ്താലും അത് മുഴുവൻ ഞാൻ എൻ്റെ അടിമക്ക് പുറത്തു കൊടുക്കുന്നതാണ്. പക്ഷെ എന്ത് ചെയ്യണം? നമ്മൾ ആ പാപങ്ങൾ പൊറുക്കലിനെ തേടി പിന്നെ നമ്മൾ നിലപാട് നന്നാക്കി സൽക്കർമ്മ നിരതമായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. പിന്നെ നമ്മളതിലേക്ക് മടങ്ങാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ പഠിച്ച അതൊക്കെ പുറത്തു തരും, മാപ്പാക്കും, മായ്ച്ചു തരും. അതൊക്കെ അത് ആകാശത്തിൻ്റെ ഉച്ചിയോളം സമുദ്രങ്ങളിലെ നുരയോളം നിങ്ങൾ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അത് മുഴുവനും അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നതാണ്. അതാണ് ഗഫൂർ എന്ന് പറഞ്ഞാൽ. അത്രയും പാപങ്ങൾ പൊറുക്കാൻ കഴിവുള്ള. അപ്പം അള്ളാഹുവിനെ കുറിച്ച് അങ്ങനെ ഒരു വിചാരം വെച്ച് പുലർത്തുന്നത് പോലും എന്താണ്? ആരാധനയാണ്, ഇബാദത്താണ് അല്ലേ? നമ്മൾ ഏതൊരു കാര്യം, ഇപ്പം നമ്മളിപ്പോൾ ജോലി ചെയ്യണത് പോലും ഇപ്പം എന്താണ്? നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മളെ പേരക്കുട്ടിക്കോ നമ്മളെ കുട്ടീനെ പിടിച്ച് നമ്മളൊന്ന് ചുംബിക്കുന്നത് പോലും അത് ഇബാദത്താണ്. അതിന് പ്രതിഫലമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ പേരക്കുട്ടികളെ ചുംബിച്ചിട്ടുണ്ട്, മക്കളെ ചുംബിച്ചിട്ടുണ്ട്, സ്നേഹിച്ചിട്ടുണ്ട് അല്ലേ? ഭാര്യയുടെ വായിലേക്ക് വെച്ച് കൊടുക്കുന്ന ഭക്ഷണത്തിന് പോലും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട് എന്ന് പറയുമ്പോൾ, ചിരി പോലും സ്വതക്കയാണെന്ന് പറയുമ്പോൾ, വെറുതൊന്ന് പോകുമ്പോൾ ഒരാളെ കണ്ട അസ്സലാമു അലൈക്കും എന്നൊന്ന് ചിരിച്ചാൽ അത് സ്വതക്കയാണ്, അത് പ്രതിഫലമുണ്ട്, അത് ആരാധനയാണ്, അത് ഇബാദത്താണ്. ഇതൊന്നും നഷ്ടമല്ല. ഞാൻ പറഞ്ഞു, ഓരോ ദിവസവും അവസരമാണ്. ഒരു ദിവസം നേരം വെളുക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ കർമ്മരേഖകൾ നടക്കാനുള്ള ചാൻസാണ്. ആരാണ് ഏറ്റവും നല്ല ആള്? ഏറ്റവും നല്ല വ്യക്തി ആരാണ്? ഏറ്റവും ദീർഘമായ ആയുസ് ലഭിക്കുകയും ആ ആയുസ് മുഴുവനും സൽക്കർമ്മങ്ങൾ കൊണ്ട് നിരതമായൊരു ജീവിതത്തിന് സാക്ഷ്യം വഹിക്കാൻ ജീവിതം ജീവിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവനാണ് ഏറ്റവും നല്ലവനാണ്. അപ്പോൾ ഒരു ദിവസം നമുക്ക് കിട്ടിയാൽ അത് നമ്മുടെ കർമ്മരേഖയിൽ തൂങ്ങി നിൽക്കാൻ വലത് ഭാഗത്തുള്ള ഏടിൽ അത് എഴുതാനുള്ള അവസരമാണ് ഓരോ സെക്കൻഡ് നമുക്ക് ഉണ്ടായിക്കൊടുക്കുന്നു. ഒരു ചിരി പോലും സ്വതക്കയാണെന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അല്ലേ? ഇപ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ പിരിവിൻ്റെ കാര്യം പറഞ്ഞത് അള്ളാഹിൻ്റെ മാർഗത്തിൽ പൈസ കൊടുത്തെന്ന് പറഞ്ഞാൽ ഖുർആനിൽ പറഞ്ഞത് എന്താ നിങ്ങൾ? അതിന് അള്ളാഹു വളർത്തുന്നതാണ്. ഒരു കതിരിലെ നെൽക്കുലയിലെ നെല്ലുകളെപ്പോലെ അത് ഇരട്ടിക്കുന്നതാണ്. നിങ്ങൾ ആലോചിക്ക്, ഒരു നെല്ലുമെന്ന്
ഒരു തൈ ഉണ്ടായി വന്നാൽ അതിൽ എത്ര കൊല ഉണ്ടാവും, ഓരോ കൊലയിലും എത്ര നെല്ലുണ്ടാവും, 100 കണക്കിനുണ്ടാകുക. ഒരു മണിന്നാണ് ഉണ്ടായത്. അതേപോലെയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ച ധനത്തെ അള്ളാഹു വളർത്തുമെന്ന് പറഞ്ഞത്. അതിനൊക്കെ എത്ര പ്രതിഫലം കിട്ടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, എന്ത്, ഒരാൾ യാത്ര പോകണം, ദീർഘമായ യാത്ര പോവാണ് അല്ലേ. നമുക്കറിയാം പണ്ടത്തെ കാലത്തെ ഹജ്ജിനൊക്കെ പോകുമ്പോൾ, ഇപ്പോഴും ഹജ്ജിന് പോകുമ്പോൾ ആൾക്കാർ വന്ന് ഉംറക്കൊക്കെ പോകുമ്പോൾ പൊരുത്തപ്പെടിക്കും. ശരിക്കും ഈ പൊരുത്തപ്പെടിക്കലൊക്കെ ഉണ്ടായത് എന്താണ്, ആ പണ്ടത്തെ ഹജ്ജിന് പോക്കാണ്. കാരണം അന്ന് പായക്കപ്പലിൽ പോവുക ചെയ്യാം, കുറേ മാസങ്ങളും ദിവസങ്ങളും എടുത്തിട്ട് അവിടെ എത്തുക. പിന്നെ അങ്ങോട്ട് പോയാൽ അവിടെ എത്തുമെന്ന് ഉറപ്പില്ല അല്ലേ. പേമാരികൾ, പ്രകൃതി ദുരന്തങ്ങൾ വരാം, അസുഖങ്ങൾ വരാം, തിരിച്ച് റിട്ടേൺ ആവുന്ന യാതൊരു ഉറപ്പില്ലാത്ത ഒരു യാത്രയാണ് പണ്ടത്തെ കാലത്തെ ഹജ്ജ് യാത്ര എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് എല്ലാവരും മരിച്ചാൻ കാലത്താണ് പോവുക. മരിച്ചാലും കുഴപ്പമില്ല വിചാരിച്ചിട്ട് അതിനാണ് എല്ലാം പൊരുത്തപ്പെടിച്ച് പോണ്. അപ്പോൾ ദീർഘമായ യാത്ര പോകുമ്പോൾ ഒക്കെ പൊരുത്തപ്പെടിച്ചിട്ടാണ് പണ്ടത്തെ കാലത്ത് പോവുക. അപ്പോൾ അങ്ങനെ ദീർഘമായ യാത്ര പോയ ഒരാൾ പോകാൻ നേരത്തെ ആകെ ഉള്ളത് ഒരാടാണ്. ഒരാട്, ആ ആടിനെ അയൽവാസിൻ്റെ അടുത്ത് കൊണ്ട് ഏൽപ്പിച്ച്, എന്നിട്ട് അയാൾ യാത്ര പോയി. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമെന്ന് വിചാരിച്ചല്ല, തിരിച്ചു വന്നപ്പം അയൽവാസി പറഞ്ഞു, നിങ്ങൾ ആടുണ്ട് ആ മലഞ്ചെരിവിലുണ്ട്, അത് പോയി എടുത്തോളിയായിരുന്നു. അങ്ങനെ അദ്ദേഹം ആ മലഞ്ചെരിവ് പോയി. അവിടെ ചെന്നപ്പോൾ ഒരാടല്ല, വലിയ ആട്ടും കൂട്ടാണ്. കണ്ണെത്താ ദൂരത്ത് ആടിൻ്റെ വലിയ കൂട്ടങ്ങളാണ്. അപ്പം മുമ്പ് തിരിച്ചു നിന്നിട്ട് പറഞ്ഞു, എൻ്റെ ആട് ഏതാണ് അതിൽ ചോദിച്ചു. അപ്പോൾ അത് മുഴുവൻ നിങ്ങൾ ആടാണ്, നിങ്ങൾ ആട് പെറ്റ് പെരുകിണ്ടായതാണ്. ആ മുഴുവൻ ആടിൻ കൂട്ടങ്ങളും അത് മുഴുവൻ നിങ്ങൾ എടുത്തോളി എന്ന് പറയുമ്പം ഒരാൾക്ക് എത്ര സന്തോഷം ഉണ്ടാവും. നിങ്ങൾ ആഴ്ചക്കൊരു യാത്ര കഴിഞ്ഞ് നിങ്ങൾ വരുമ്പോൾ 4-5 കൊല്ലം കഴിഞ്ഞ് വന്നിട്ട് ആ മലഞ്ചെരിവിൽ ആട് മുഴുവൻ നിങ്ങളതാണെന്ന് പറയുമ്പോൾ അയാളൊരു ഫീലിംഗ് എന്തേക്കാരം. അതാണ് നാളെ പരലോകത്തൊരു വിശ്വാസിക്ക്. നമ്മൾ ചിലപ്പം ഒരു മദ്രസക്ക് 100 ഉറുപ്യ കൊടുത്തിട്ടുണ്ടാവുള്ളൂ അല്ലേ. ഒരു മദ്രസ ഉണ്ടാക്കാൻ ഒരു ക്ലാസ് റൂമിൻ്റെ പൈസ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. ആ ക്ലാസ് റൂമിലിരുന്ന് പഠിച്ച കുട്ടികൾ ഓതിയ ഫാത്തിയൻ്റെ കൂലി, അവർ നിസ്കാരത്തിൽ ഓരോ ഫാത്തിയക്കും അവർ ഓതുമ്പോഴും അതിനൊരു കൂലി നമുക്കുണ്ടാവും, ഒരു ഷെയർ നമുക്കുണ്ടാവും. ആ കുട്ടികൾ അവരെ മക്കൾക്ക് പഠിപ്പിച്ചപ്പം അവരെ മക്കളൊരു പണ്ഡിതനുണ്ടായി എന്നുണ്ടെങ്കിൽ ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആസാറഹും വകുല്ല ഷൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ എന്ന സൂറത്തു യാസീനിലെ ആയത്ത് നോക്കി നിങ്ങൾ. നിശ്ചയമായും നാം മരിച്ചവരെ ജീവിപ്പിക്കും, നിങ്ങൾ ചെയ്തത് ഞാൻ രേഖപ്പെടുത്തി വെക്കും. ചെയ്തത് കൊണ്ട് പഠിച്ച അവസാനിപ്പിച്ചില്ല, അതിൻ്റെ അനന്തരഫലങ്ങളും ഞാൻ രേഖപ്പെടുത്തി വെക്കുന്നതാണ്. ചെയ്തത് മാത്രമല്ല, നമ്മൾ ചെയ്തതിൻ്റെ അനന്തരഫലമായി ലോകത്തെന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അതൊക്കെ പടച്ചോ നമുക്ക് വേണ്ടി രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഒരു നഷ്ടമില്ല, അവസരങ്ങളാണ് വിശ്വാസിയെ സംബന്ധിച്ചൊക്കെ. ഇതിന് പൈസ വേണമെന്നില്ല, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ, നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എഴുതണം. നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമോ, നിങ്ങൾ സംസാരിക്കണം. ഒന്നും പറ്റൂലേ, ഒരു വോയിസ് വിട്ടാൽ മതി. നമ്മളൊരു ക്ലാസ്സിന് വരുമ്പോൾ, നമ്മുടെ ക്ലാസ്സിന് പോകുമ്പം ഒരു വോയിസ് ആയിരുന്നു, എന്നൊരു ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞ് ഒരു വോയിസ് ഇട്ടാൽ ആരെങ്കിലും നമ്മൾ വിളിച്ചാൽ പോരുന്ന ആൾക്കാരുണ്ടാവും. നമ്മൾ വിളിച്ചാൽ മാത്രം പോരുന്ന ആൾക്കാർ, അത് ചിലപ്പം താല്പര്യമുണ്ടല്ലോ, നമ്മൾ വിളിച്ചു എന്നതിൻ്റെ പേരിൽ പോരുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ആ പോന്നിട്ട് അവർക്കൊരു മാറ്റം ഉണ്ടായാൽ, അവരുടെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാകാൻ ആ വിളി കാരണമായാൽ അതിനുണ്ടാകുന്ന പ്രതിഫലം എത്രങ്ങൾ. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രതിഫലമാണ് ഒരു വിശ്വാസിയെ കാത്തിരിക്കുന്നത്. വിശ്വാസിക്കും ജീവിതം മുഴുവൻ അവസരങ്ങളാണ്. ഈ പിരിവിൻ്റെ കാര്യം, പിരിവിന് ഞാൻ ഫസ്റ്റ് ഈ പിരിവ് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. എന്നാലും ആൾക്കാർ പിരിവിന് നിർബന്ധിച്ച് കൊണ്ടുപോകും. അപ്പോൾ ഞാനിങ്ങനെ MBBS കഴിഞ്ഞ് ഇറങ്ങിയ സമയമാണ്. അപ്പോൾ നമ്മളോടൊരു മദ്രസ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചുകൊണ്ട് നാളെ പിരിവുണ്ട്, പിരിവിന് പോരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പിരിവ് തീരെ ഇഷ്ടമല്ല, കാരണം ഇന്നോടൊരാൾ പൈസ ചോദിച്ചിട്ട് എനിക്കിഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു മാനസികാവസ്ഥയാണ് ബാക്കിയുള്ളവർക്ക് ഉണ്ടാകുക എന്നാണ് എൻ്റെ ഇത്. അപ്പോൾ എനിക്ക് തന്നെ റെസീറ്റ് ബുക്ക് കിട്ടിയാൽ ഞാൻ എന്താ കാട്ടൽ വെച്ചാൽ എല്ലാവരുടെ പേരിലും ഒരു 10-15 ആൾക്കാരുടെ പേരിങ്ങനെ ഉണ്ടാക്കി എഴുതി 15 ഉറുപ്പ്യ 20 ഉറുപ്പ്യ എഴുതിയാണ്ട് ബുക്കാണ് കൊടുക്കലാണ്. അത് ഒരാളടുത്ത് പോയിട്ട് പിരിച്ചാൽ മടിച്ചിട്ട് എൻ്റെ ഒരു അവസ്ഥ അങ്ങനെ. അപ്പം ഇന്നെങ്ങനെ പിരിവിനുണ്ടോ വെച്ചിട്ട് ഞാൻ പോകുന്നില്ലായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും പോരണം, നിങ്ങളെ കണ്ടാൽ കുറച്ച് ആൾക്കാർ തരും, അതുകൊണ്ടാണ് കൊണ്ടുപോകണമായിരുന്നു. അപ്പോൾ അന്ന് 2008 8-9 അന്ന് ഇനോവയ്ക്കാണ് അന്നത്തെ വലിയ വണ്ടി. അപ്പോൾ നാളെ ഒരു ഇനോവയായിട്ട് ഞങ്ങൾ വാടകയ്ക്ക് എടുത്തിട്ട് വരും. നമ്മളാഴ്ച പിരിവിന് ഇനോവ വാടകയ്ക്ക് എടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനോവ എന്തിനാണ് വെച്ചാൽ ഇനോവയിൽ പോയാലേ പൈസ ഇട്ടുള്ളൂ. അങ്ങനെ ഇനോവ വാടകയ്ക്ക് എടുത്തിട്ട് മദ്രസൻ്റെ പിരിവിന് പോവുകയാണ്. അങ്ങനെ വലിയൊരു പെരൻ്റെ മുമ്പിലെത്തി. അപ്പോൾ ഇവിടെ കയറാമെന്ന് പറഞ്ഞു. അങ്ങനെ പരിചയമൊന്നും ഇല്ലാത്ത സ്ഥലം കേട്ടോ, ഒരു വീടാണ്. ആരും അതിൻ്റെ ഉള്ളിൽ പോലും ഇറക്കില്ല. വലിയ മലയാളിയാണ്, കണ്ടറിയാം, മുസ്ലിമാണെന്ന് അറിയാം. അപ്പോൾ ആണ് കയറുന്നത്. അങ്ങനെ ബെല്ലടിച്ചു. കുറേ കഴിഞ്ഞിട്ട്
എൻ്റെ ഉള്ളിൽ കയറിയിരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു ചെറിയ ടീഷർട്ടൊക്കെ ഇട്ടൊരു ചങ്ങായി, ഒരു 10 ജീൻസൊക്കെ ഇട്ട് ക്ലീൻ ഷേവ് ചെയ്തിട്ട് ഒരു 30-35 വയസ്സുണ്ടാവും, മാക്സിമം 30-35 വയസ്സ്. അപ്പോൾ എന്തിനാ വന്നു ചോദിച്ചു, മദ്രസ ഉണ്ടാക്കാനാണ്. അതിൽ വിളിച്ചു, അല്ല ഈ നാട്ടിൽ മുഴുവൻ പള്ളി മദ്രസയാണല്ലോ. ഇവർ ചോദിച്ച ചോദ്യമാണ്, നാട്ടിൽ മുഴുവൻ പള്ളി മദ്രസയാണല്ലോ, എല്ലായിടത്തും പള്ളി മദ്രസയാണല്ലോ, നിങ്ങളെ മദ്രസക്ക് എന്തായാലും പ്രത്യേകത ചോദിച്ചു. പറഞ്ഞു, ഞങ്ങളെ മദ്രസക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ഞങ്ങളെ മദ്രസ ഞായറാഴ്ച മാത്രം ഉണ്ടാവുള്ളൂ. ഞായറാഴ്ച രാവിലെ തുടങ്ങി ഞായറാഴ്ച ഉച്ച വരെ ഞങ്ങളെ മദ്രസ ഉണ്ടാവുള്ളൂ. കുട്ടീനെ ഏത് സ്കൂൾക്കും നിങ്ങൾക്ക് പറഞ്ഞേക്കാം, ഞായറാഴ്ച കുട്ടീനെ ഞങ്ങളെ ഏൽപ്പിച്ചാൽ മതി, നിങ്ങളെ കുട്ടീൻ്റെ ദീനി നമ്മൾ ഏറ്റെടുക്കുന്നത്. മുമ്പ് ഒരു 5 ലക്ഷം റുപ്യ അപ്പം തന്നെ ചെക്ക് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞതരോ, ഇങ്ങനെ ഇതിലൊക്കെ പ്രതിഫലം കാണുന്ന ആളുകളുണ്ട്, അങ്ങനത്തെ മനസ്സുള്ള ആളുണ്ട്. ഇതൊന്നും അള്ളാഹു ഒരിക്കലും നഷ്ടപ്പെടുത്തൂല. അപ്പം അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറാൻ ഒരു വിശ്വാസിക്ക് സാധിക്കേണ്ടതുണ്ട്. അത് പരലോകത്തെ പറ്റി നേരത്തെ പറഞ്ഞല്ലോ, എന്താണ് 2 മണി വരെ ജോലി ചെയ്ത് പിന്നെ ഖുർആൻ ഓതിയിരുന്നാൽ പോരച്ചില്ലേ. അപ്പോൾ ഈ ഖുർആൻ ഓതിയിരിക്കൽ മാത്രമല്ല, നമ്മൾ ജീവിതത്തിൽ ഒരാൾക്കൊരു നന്മ പറഞ്ഞു കൊടുക്കുക, ഒരാൾക്കൊരു ആശ്വാസം നൽകുക, ഒരു പ്രയാസത്തിൽ നിന്ന് ഒരാൾക്കൊരു സമാധാനം കൊടുക്കുക. നമ്മൾ ചിലപ്പോൾ ഒരാൾക്കൊരു വോയിസ് ഇട്ടാൽ മതിയോ, നമുക്കൊരു നമ്മളെ അയൽവാസിക്ക് ഇന്ന പ്രതിസന്ധി ഉണ്ട്, പ്രയാസമുണ്ട്, എന്നെക്കൊണ്ട് കയ്യിലൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്തു കൊടുത്താളി എന്നൊരു വോയിസ് ഇടാൻ നമുക്ക് പറ്റാത്തുണ്ടോ? അങ്ങനെ അതിനൊക്കെ എന്ത് ചെയ്യും, അതിനൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലം നൽകുമെന്നുള്ള ഒരറിവ്, ഒരു വിശ്വാസം, അതൊക്കെ എന്താണ്, ഒക്കെ അള്ളാഹു ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യും, പ്രതിഫലം തരും. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സെക്കൻഡ് നഷ്ടപ്പെടുത്താതെ അള്ളാഹു നൽകിയ ആയുസ് എപ്പോഴാണ് അള്ളാഹു തിരിച്ചു വിളിക്കുക എന്നറിയില്ല. അതിൻ്റെ മുമ്പ് പരമാവധി നമ്മൾ അക്കൗണ്ടിൽ കയറ്റാനാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ അങ്ങനെ തന്നെ കാണണം. നമ്മൾ ഒരു ഗെയിം കളിക്കണം, ഒരു ഗെയിമിഫിക്കേഷൻ എന്നറിയില്ലേ, ജീവിതത്തിനെ ഒരു ഗെയിമിഫിക്കേഷനായി കണ്ട് മാക്സിമം നമ്മൾ അക്കൗണ്ടിലേക്ക് എത്ര കയറ്റാൻ പറ്റുമോ ഒരു നന്മയായിട്ട്. നിങ്ങൾ വെച്ചെങ്കിൽ പാവപ്പെട്ട ആളുകൾ, ഇപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, അദ്ദേഹം ഔലിയാ ഉല്ലാഹി വ ഔലിയാ ഉഷയാത്തി എന്ന് പറഞ്ഞ ഇബ്നു തൈമിയ്യൻ്റെ ഒരു കിതാബുണ്ട്. ഔലിയാ ഉല്ലാഹി വ ഔലിയാ ഉഷയാത്തീൻ, അള്ളാൻ്റെ ഫ്രണ്ട്സും ഷെയ്ത്താൻ്റെ ഫ്രണ്ട്സും എന്നാണ് ബുക്കിൻ്റെ പേര്. കിതാബിൻ്റെ പേരതാണ്, അള്ളാൻ്റെ ഫ്രണ്ട്സും ഷെയ്ത്താൻ്റെ ഫ്രണ്ട്സും. അപ്പോൾ ആ കിതാബിൽ മൂപ്പരൊരു ചർച്ച നടത്തുന്നുണ്ട്. അതായത് ഒരു വിശ്വാസി പൈസക്കാരനാകുകയാണോ നല്ലത്, പാവപ്പെട്ടവനാകുകയാണോ നല്ലത് എന്നാണ് ചർച്ച. അതാണ്, ഒരു വിശ്വാസി പൈസക്കാരനാകണാണോ നല്ലത്, പറ്റ ഫക്കീറാകണാണോ നല്ലത്. അപ്പോൾ അതിലിങ്ങനെ ചർച്ച ചെയ്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് വളരെ പാവപ്പെട്ട സഹാബത്തുണ്ടായിരുന്നു, വളരെ സമ്പന്നന്മാരായ സഹാബികളുണ്ടായിരുന്നു. അപ്പോൾ പാവപ്പെട്ട സഹാബികൾക്ക് അഹ്ലു സുഫക്കാരായിരുന്നു, അവർ മദീനയിൽ തന്നെ പള്ളിൻ്റെ ഉള്ളിൽ തന്നെ ജീവിക്കലായിരുന്നു. അവർക്കിങ്ങനെ ബാക്കി സഹാബിമാർ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടേ കൊടുക്കും, ഈത്തപ്പനൻ്റെ കൊലക്കയറ്റി വരും പള്ളിയേക്ക്, നൂൽക്ക് തിന്നാൻ കൊടുക്കും. അങ്ങനെ ഒരിങ്ങനെ പള്ളിക്ക് ദിക്റും സലാത്തും ചൊല്ലി കുത്തിരിക്കലാണ്. അപ്പോൾ ആ സന്ദർഭത്തിൽ ഈ പൈസ ഉള്ള സഹാബിമാർ അള്ളാൻ്റെ മാർഗത്തിൽ ധനം നന്നായിട്ട് ചിലവഴിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിനും ആവശ്യത്തിനൊക്കെ സ്വതക്ക കൊടുക്കാൻ വേണ്ടി പറയുമ്പം, അള്ളാൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ പറയുമ്പം ഒരു മടിയും കൂടാതെ അവർ നിർലോഭം ചിലവഴിച്ചിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ അതിനൊക്കെ വലിയ പ്രതിഫലമുണ്ട്. ഉസ്മാൻ അള്ളാഹിനൊക്കെ സ്വർഗം നൽകിയതൊക്കെ അള്ളാൻ്റെ റസൂല് പറഞ്ഞ കേട്ടിട്ട് ഇവർക്ക് ഭയങ്കര വിഷമമാണ് ഈ പാവപ്പെട്ടവർ. കാരണം ഞങ്ങൾക്ക് പൈസ ഇല്ലായിട്ടാണല്ലോ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് നബിയെ, ഞങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ട് അള്ളാൻ്റെ മാർഗത്തിൽ പൈസ ചിലവാക്കാൻ, ഞങ്ങളുടെ അടുത്ത് പൈസ ഇല്ല. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുകയെന്ന് ചോദിച്ചപ്പം, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ നിസ്കാരത്തിന് ശേഷം 33 വട്ടം സുബ്ഹാനല്ലാഹും 33 വട്ടം അൽഹംദുലില്ലയും 33 വട്ടം അല്ലാഹു അക്ബറും ചൊല്ലിക്കൊള്ളി, എന്നാൽ നിങ്ങൾക്ക് ഓല ദർജയിൽ എത്താൻ പറ്റുമെന്ന്. അങ്ങനെ ഇവർ രഹസ്യമായി ചെല്ലാൻ തുടങ്ങി. നമ്മളിപ്പോൾ ചെല്ലണേ 33 അല്ലാഹു സുബ്ഹാനല്ലാഹല്ലേ, ഇത് അങ്ങനെ ഉണ്ടായതാണ്. അങ്ങനെ ഇവർ രഹസ്യമായി ചെല്ലാൻ തുടങ്ങി. കുറേ കഴിഞ്ഞപ്പോൾ ഇത് പരസ്യമായി. കാരണം ഒരു മാത്രം അങ്ങനെ ചെല്ലാണ്ടപ്പം ചോദിച്ചു, നിങ്ങളെന്താ ഈ നിസ്കാരത്തിന് ശേഷം ഇങ്ങനെ എണ്ണം പിടിച്ച് ചെല്ലണമെന്ന് ചോദിച്ചു. അത് ഞങ്ങളോട് നബി പറഞ്ഞ, ഞങ്ങൾക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളോട് നബി പറഞ്ഞാണ് തരണം. അപ്പോൾ പൈസക്കാരും ചെല്ലാൻ തുടങ്ങി. അപ്പോൾ നബിൻ്റെ അടുത്ത് നിന്നിട്ട് വീണ്ടും പരാതി പറഞ്ഞു, അല്ല നബിയെ, ഇതിപ്പോൾ ഊരും ചെല്ലാൻ തുടങ്ങിയല്ലോ, ഇപ്പോൾ സുബ്ഹാനല്ലാഹ്, നീ ഞങ്ങളെന്താ കാട്ടിച്ചു. ദാലിക ഫദ്ലുല്ലാഹി യുഅ്തീഹി മൻ യശാ എന്നാണ് അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞത്. അത് അള്ളാഹിൻ്റെ ഒരു ഫദ്ലാണ് പൈസ എന്ന് പറഞ്ഞാൽ. അത് അള്ളാഹ് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താ നിങ്ങൾ, അപ്പോൾ നിങ്ങളുടെ അവസാനം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഈ ചർച്ച, അതായത് വളരെ പ്രയാസപ്പെട്ട് വളരെ ജീവിതത്തിൽ പ്രതിസന്ധിയൊക്കെ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ദീനിയായ ഒരു മനുഷ്യനാണോ അള്ളാൻ്റെ അടുത്ത് ഏറ്റവും ഉത്തമൻ? അതല്ല ഭയങ്കര പൈസക്കാരൻ, പൈസ കൊണ്ട് ഇങ്ങനെ തലങ്ങും വിലങ്ങും പൈസ, പക്ഷേ
അള്ളാഹിൻ്റെ മാർഗത്തിൽ നിർലോഭം പള്ളി മദ്രസും ചോദിക്കണവർക്കൊക്കെ കൊടുത്ത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട് ജീവിക്കണ നല്ലൊരു പൈസ ഉള്ള ഒരാൾ. മറ്റത് തീരെ ഒരു ഗതിയില്ലാത്ത ആൾ, പക്ഷെ നല്ല ദീനിയാണ്. ഇതിൽ ഏറ്റവും നല്ലത് ആരാണെന്നുള്ളതാണ് ചർച്ച. അപ്പോൾ അവസാനം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ എന്താ അവസാനം പറഞ്ഞതരോ? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും എന്നാണ്. ഒരാളുടെ പൈസ ഉണ്ടോന്നോ ഇല്ലേ എന്നുള്ളതല്ല. അള്ളാഹിൻ്റെ അടുത്ത് ഏറ്റവും സ്വീകാര്യൻ ഹൃദയത്തിൽ ആരാണോ കൂടുതൽ തെക്കുവയുള്ളവൻ അവനാണ് അള്ളാഹിൻ്റെ അടുത്ത് ഏറ്റവും പുണ്യവാൻ എന്നാണ്. അപ്പോൾ അത് നമുക്ക് ഒരിക്കലും ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അളക്കാൻ കഴിയാതെ അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഉണ്ട് എന്നോ ഇല്ലേ എന്നുള്ളതല്ല സഹോദരങ്ങളെ, അള്ളാഹ്ക്ക് തൃപ്തിപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ്. ഈ ഒരു ചെറിയ ആയുസ്സിൽ അള്ളാഹു നൽകിയ ഒരു ചെറിയ ആയുസ് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വിളിക്കപ്പെടാം. യാതൊരു ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു തലച്ചോറുക്കുള്ള ഒരു രക്തക്കൊയിൽ ചെറിയൊരു ബ്ലോക്ക് വന്നാൽ സംസാരശേഷി നഷ്ടപ്പെടും, ചലനശേഷി നഷ്ടപ്പെടും. നിങ്ങൾ ആലോചിച്ച് നോക്കി, ചലനശേഷി നഷ്ടപ്പെട്ട് വീൽ ചെയറിൽ കഴിയേണ്ട അവസ്ഥ, സംസാരിക്കാൻ പറ്റാതെ ഇങ്ങനെ കരയാ. ചില പേഷ്യൻസിനെ കാണാൻ ചെന്നാൽ അങ്ങോട്ട് പറയണമൊന്നും മൂപ്പർക്ക് മനസ്സിലാണില്ല, ഇങ്ങോട്ട് എന്തൊക്കെയോ പറയാം. അങ്ങോട്ട് ചോദിച്ചുമ്പോൾ ചോദിച്ചിനല്ല ഇങ്ങോട്ട് പറയാം അല്ലേ. പിന്നെ മനസ്സിലാകുന്നുണ്ട്, പക്ഷെ പറയാൻ പറ്റാത്തൊരവസ്ഥ. നമ്മൾ ചില ആൾക്കാർ പറയും ഉമ്മാക്ക് എല്ലാം അറിയാം, നമ്മൾ സംസാരിക്കണമൊക്കെ ഉമ്മാക്ക് മനസ്സിലാകുന്നുണ്ട്, മങ്ങനെ നുളൊഴിച്ചു ഉമ്മാക്കൊന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ എന്താ, ഇത് തലച്ചോറിൽ ഏതോ രക്തക്കൊയിൽ ബ്ലോക്ക് ആയതാണ്. അപ്പോൾ ഇതൊക്കെ ഏത് സമയത്തും നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുക, കടന്നു വരാം. അതുകൊണ്ട് ഇങ്ങനെ നടന്ന് പള്ളിയിൽ പോകാനും കാര്യങ്ങൾ പറയാനും കേൾക്കാനും നിസ്കരിക്കാനും ഓതാനും ഇതൊക്കെ ഈ കഴിവൊക്കെ ഇപ്പോഴും നിലനിൽക്കണമെന്നില്ല. ഇതൊക്കെ എപ്പോൾ വേണമെങ്കിലും അവസാനിക്കും. ആ അവസാനിക്കുന്നതിന് മുമ്പ് സഹോദരങ്ങളെ ഒരു നല്ലൊരു നിലപാടോടുകൂടി ജീവിക്കാൻ, ജീവിതത്തിൻ്റെ വില മനസ്സിലാക്കിക്കൊണ്ട് ഇതൊരു പരീക്ഷണമാണെന്നും എൻ്റെ റബ്ബിലേക്ക് മടങ്ങേണ്ടവനാണ് ഞാൻ എന്നും അവിടെ എനിക്ക് നല്ല സ്ഥാനം ലഭിക്കണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് ഫഫിറൂ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് മണ്ടീന്നാ പറഞ്ഞേ, ഓടിക്കോളിന്നാ പറഞ്ഞേ. ഖുർആൻ്റെ ഓരോ വാക്കില്ലേ, ഫഫിറൂ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് മണ്ടിക്കോളിയടാ എന്ന് പറയില്ലേ, ഓടിക്കോളിങ്ങൾ അള്ളാഹുവിലേക്ക് ഓടുന്നൊരവസ്ഥ. അതായത് ഓരോ സാഹചര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിലേക്ക് ഓടുന്ന, അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ഒരവസ്ഥ നമുക്ക് അത് എപ്പോഴുണ്ടാകുക, അത് ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം തിരിച്ചറിയുമ്പോഴുണ്ടാകുക. അതാണ് ഒരു വിശ്വാസികൾ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, ഈ ജീവിതത്തിന് കൃത്യമായ ഒരു ലക്ഷ്യം അള്ളാഹു പഠിപ്പിച്ചു എന്നാണ്. നിങ്ങൾ വേറെ ആരോടും ചോദിച്ചു നോക്കി, വേറെ ഏത് മതസ്ഥരോടും ചോദിച്ചു നോക്കി, ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ലക്ഷ്യം ഒരിങ്ങനെ മാറ്റി മാറ്റി പറയും അല്ലേ. ഇപ്പോൾ ഒരു ലെക്ചറാണെന്നുള്ളതിൻ്റെ ലക്ഷ്യം, ലെക്ചറായവർക്ക് ഡോക്ടറേറ്റ് എടുക്കണം എന്നുള്ളതിൻ്റെ ലക്ഷ്യം. അങ്ങനെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ പൊരുത്തത്തോടു കൂടി ജീവിക്കുക, നാളെ അള്ളാഹുവിനെ ജന്നാത്തുൽ ഫിർദൗസിൽ വെച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ള വലിയൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഈ ജീവിതം. അതുകൊണ്ട് ഇതിലെല്ലാം ലാഭമാണ്. അതാ അതിൻ്റെ പ്രത്യേകത. ഇതിൽ ചെറിയൊരു പ്രയാസം ഉണ്ടായാലോ അത് ലാഭമാണ്. ഒരു പനി പനിച്ചാൽ ലാഭമാണ്. കാരണം എന്താ, ആ പനിയോട് കുറേ പാപങ്ങൾ പൊറുക്കും, കുറേ ദർജകൾ ഉയരും അല്ലേ, കുറേ പാപങ്ങൾ പൊറുക്കപ്പെടും, കുറേ പുണ്യങ്ങൾ വർദ്ധിക്കും, അക്കൗണ്ടിലേക്ക് കുറേയാണ് കയറി വരും അല്ലേ. ആ സമയത്ത് ഒന്നും പോകാതെ ഇരുന്നെന്തെങ്കിലും ചെല്ലിയാൽ അതും കിട്ടും. ആ പഞ്ചീന് തന്നെ കുറേ കിട്ടും. വെറുതെ ആ പനി ഇതൊരു പണ്ടാറ പനി എന്ന് മാത്രം പറയാൻ മതി. അപ്പോഴല്ലോ ഇതൊക്കെ മുടങ്ങി കിടക്കുമ്പോഴല്ലോ ഒരു പണ്ടാറ പനി നേരത്തെ വന്നു കൂടിക്കണമെന്ന് മാത്രം പറയാതെ എന്നാ മതി. എന്നാൽ തന്നെ ആ പഞ്ചീൻ്റെ ഒക്കെ കിട്ടും, പാപങ്ങൾ പൊറുക്കും, ദർജകൾ കൂടും. ഞാൻ സമയം കുറച്ച് ഖുർആൻ ഓതി ദിക്ർ ചൊല്ലിയും ഖുർആൻ ആയത്ത് പഠിച്ചിട്ട് നല്ല എന്തെങ്കിലും അറിവൊക്കെ നേടി കുറച്ച് ക്ലാസ്സൊക്കെ കേട്ട് ഒന്നുകൂടി നന്നായാൽ ദർജ ഒന്നും കൂടി കൂടും സഹോദരങ്ങളെ. അതുകൊണ്ട് ഇതെല്ലാം അവസരമാണ്, എല്ലാ അവസരവും. ഈ ഒരു ചെറിയ പ്രയാസം, ഒരു മുള്ളു തറച്ചാൽ അല്ലേ, ഒന്നെവിടെങ്കിലും ഒന്ന് വെച്ച് കുത്തിയാൽ, ഒരു മനസ്സിന് ചെറിയൊരു പ്രയാസമേറ്റാൽ പോലും അത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് അവന് പോസിറ്റീവാണ്, അതവന് നല്ലതാണ്, നന്മയാണ്. അതുകൊണ്ട് അതെന്ത് വേണം, ഈ ദീന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. തൗഹീദിന് ഒരു കോംപ്രമൈസും പാടില്ല, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളത്. അതെന്താ, അത് അള്ളാഹുവിനെ അറിയണം. അള്ളാഹുവിനെ അറിയുന്തോറും എന്നുള്ള അള്ളാഹുവിൻ്റെ ആ പ്രയോഗം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി. ലാ ഇക്റാഹ ഫിദ്ദീൻ, ഈ മതത്തിൽ യാതൊരു ബലാത്കാരമില്ല. നിങ്ങൾ അള്ളാഹിനെ ആരാധിക്കാൻ ഇവിടെ ആരും നിങ്ങളെ നിർബന്ധിക്കൂല. പക്ഷെ എന്താ, നിങ്ങൾ അള്ളാഹിനെ നിങ്ങൾ അറിയണം.
അറിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും അള്ളാഹു ആരാധനയ്ക്ക് ഏറ്റവും അർഹനായവനാണ് അള്ളാഹു എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയും. ആ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നതോടുകൂടി നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കാൻ തയ്യാറാകുന്നുള്ളതാണ്. കാരണം അള്ളാഹുവിൻ്റെ ഓരോ ഗുണങ്ങൾ, അള്ളാഹു എല്ലാം അറിയുന്നവനാണെന്ന് അറിയുമ്പോൾ നോക്കി ഈ ലോകത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങൾ, ഇപ്പം എനിക്ക് സംഭവിച്ച പ്രയാസങ്ങൾ, അതിന് ഞാൻ ഇതിനൊരു പരിഹാരം, ആ പരിഹാരം അറിയുന്നവനാണ് എൻ്റെ റബ്ബ്. ആ അറിയുന്നവൻ മാത്രമല്ല, ആ പരിഹാരം നടപ്പിലാക്കാൻ കഴിവുള്ള ഖദീറാണ് എൻ്റെ റബ്ബ്. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രയാസങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന കേൾക്കുന്ന മുജീബാണ് എൻ്റെ റബ്ബ്. ആ പ്രാർത്ഥന അറിയുന്ന അലീമാണ് എൻ്റെ റബ്ബ്. ആ പ്രാർത്ഥനയ്ക്കുള്ള പരിഹാരം, ആ പ്രതിസന്ധിക്കുള്ള പരിഹാരം അറിയുന്നവനാണ് എൻ്റെ റബ്ബ്. ആ പരിഹാരം നടപ്പിലാക്കാൻ കഴിവുള്ള ഖദീറാണ് എൻ്റെ റബ്ബ്. ഇതൊക്കെ അള്ളാഹുവിനെ പറ്റി അറിയുമ്പം ആ അള്ളാഹുവിനോട് നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കാതിരിക്കും? അല്ലേ? എല്ലാം അറിയുന്ന, എല്ലാ സങ്കടങ്ങളും പ്രയാസങ്ങളും അറിയുന്ന, എല്ലാ പ്രതിസന്ധികളും അതിൻ്റെ പരിഹാരങ്ങളും അറിയുന്ന, ആ പരിഹാരങ്ങൾ എനിക്ക് നൽകാൻ കഴിവുള്ള എൻ്റെ റബ്ബിനോട് ഞാൻ എങ്ങനെ പറയാതിരിക്കും? ആ റബ്ബിനോട് ഞാൻ എങ്ങനെ ഭരമേൽപ്പിക്കാതിരിക്കും? എൻ്റെ പ്രയാസങ്ങൾ ആ റബ്ബിൽ ഞാൻ എങ്ങനെ ഇറക്കി വെക്കാതിരിക്കുന്നു? പണ്ട് ഞാനിങ്ങനെ ചാടിക്കുമ്പോഴേ എൻ്റെ കൂടെയുള്ള ഒരു കൊളീക്കുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ അദ്ദേഹം ചെറിയൊരു ടെൻഷനുള്ള ആളാണ്, ചെറിയ കാര്യങ്ങൾക്ക് ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ഒരാളാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ടെൻഷൻ്റെ ഏറ്റവും വലിയ കാരണം എന്താണെന്ന് ചോദിച്ചു. ഒമ്പരിനോട് പറഞ്ഞത്, ഭാവി ആലോചിച്ചിട്ടാണ് ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത്. ഭാവി, നിൻ്റെ ജോലി, ഇപ്പോൾ ജോലിയാണെങ്കിൽ ജോലി നഷ്ടപ്പെടുമോ, ഇപ്പോൾ നമ്മുടെ സ്ഥാപനം തുടങ്ങിയാൽ ഈ സ്ഥാപനം പൂട്ടിപ്പോകുമോ, ആൾക്കാർ കുറയോ, ഇന്നിങ്ങനെ ബേജാറ് കസ്റ്റമേഴ്സ് കുറയോ, അപ്പുറത്ത് വേറൊന്ന് വരുമോ, ഇത് പൂട്ടിയാൽ ഞാനെന്താ കാട്ടുക? ഇതൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ ഇങ്ങനെ ആലോചിക്കുക. ഇതിങ്ങനെ ഒരാൾ ആലോചിച്ചപ്പോൾ എന്താവും? ബേജാറാകെ തന്നെ. ഇപ്പോൾ എനിക്ക് കൊറോണ വരുമോ, ഞാൻ മരിച്ചോ, അങ്ങനെ ഒരാൾ ആലോചിച്ചാൽ എന്തായി? അപ്പോൾ അതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ചോദിച്ചു. അപ്പോൾ നിങ്ങൾക്ക് നല്ല സുഖമാണ്, എന്നോട് ചോദിക്കണേ, ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് ചോദിക്കണേ, നിങ്ങൾക്ക് നല്ല സുഖമാണല്ലോ ചോദിച്ചാൽ. അവൻ എനിക്ക് ഇത്രത്തെ സുഖം അല്ല, നിങ്ങൾക്ക് പിന്നെ എല്ലാം മൂപ്പരോട് ഏൽപ്പിച്ചാൽ മതിയല്ലോ. ഇത് എല്ലാം പടച്ചവനോട് ഏൽപ്പിച്ചാൽ നിങ്ങൾ ഫുൾ ഫ്രീ ആണല്ലോ. മൂപ്പർ പരിഹസിച്ചിട്ടാണ് ചോദിച്ചതെങ്കിലും മൂപ്പർ പരിഹസിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് നല്ല സുഖമാണല്ലോ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായില്ല പെട്ടെന്ന്. നിങ്ങൾക്ക് നല്ല സുഖമാണല്ലോ, നമുക്കെന്ത് സുഖം? അല്ല, നിങ്ങൾക്ക് പിന്നെ എല്ലാം മൂപ്പരോട് ഏൽപ്പിച്ചാൽ മതിയല്ലോ, എന്നിട്ട് നിങ്ങൾക്ക് ഫുൾ ഫ്രീ ആയിട്ട് നടന്നാൽ മതിയല്ലോ. നമ്മളെല്ലാം പടച്ചവനെ ഏൽപ്പിച്ച് നമ്മൾ ഫ്രീ ആയിട്ട് നടക്കാം. നിങ്ങൾ ചോദിക്കുക, അത് അങ്ങനെ, അത് നിങ്ങൾ ഏറ്റവും, അതായത് ഞാൻ ഇതിന് ഏറ്റവും ലളിതമായ പരിഹാരം എന്താണെന്ന് ചോദിച്ചു. ഈ ഭാവിയെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ടെൻഷൻ അടിക്കണമെന്ന് പറഞ്ഞപ്പം അതിനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള മാർഗം എന്താണെന്ന് ചോദിച്ചപ്പം അതിന് മൂപ്പര് പറഞ്ഞ മാർഗം തന്നെയാണ്, അത് നിങ്ങളെ മാതിരി ആയാൽ മതി. നിങ്ങളെ മാതിരി എന്താ? അതെല്ലാം പടച്ചോനെ ഏൽപ്പിക്കുക, ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുക. അതാലോചിക്കുക, അത് ഭയങ്കര സംഭവമല്ലേ? നമ്മളെല്ലാ വിഷമങ്ങളും അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ട് നമ്മളെന്തിനതിന് ബേജാറാണ്? ഇതെല്ലാം തരുന്നതാരാ? പടച്ചോനാണ്. ഇതെല്ലാം കാണുന്നതും അറിയണമൊക്കെ പടച്ചോനാണ്. നമ്മളെന്തിനാണ്? നമുക്ക് ഒരു പരീക്ഷയാണ്, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് പഠിക്കുക, നമ്മളെ കൊണ്ട് പഠിക്കാൻ പറ്റുക, നമ്മൾ പഠിക്കുക, ബാക്കിയല്ല. ഒരു സ്ഥാപനമാണെങ്കിൽ നമ്മളെ നന്നായിട്ട് മാർക്കറ്റ് ചെയ്ത് നന്നായിട്ട് പഠിച്ചു, നന്നായിട്ട് അതിന് ഗ്രൗണ്ട് വർക്ക് നടത്തി, അതിന് നമ്മൾ കാര്യകാരണ ബന്ധങ്ങൾക്ക് അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കിയതനുസരിച്ച് അതിൻ്റെ ഗ്രൗണ്ട് വർക്ക് ചെയ്തു, അതിൻ്റെ പഠനങ്ങൾ നടത്തി. അപ്പോൾ അവിടെ ഒരു സ്ഥാപനം വന്നാൽ കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ എല്ലാം നമ്മളൊരു ഇതൊക്കെ വെച്ചിട്ട് മാനസികമായിട്ടൊക്കെ റെഡിയായിട്ട് നമ്മൾ തുടങ്ങി. പിന്നെ പടച്ചോനെ ഏൽപ്പിക്കല്ലാതെ നാളെ എന്ത് വരുന്നു നമ്മളെ കയ്യിലല്ല. അപ്പോൾ അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ബാക്കി പടച്ചോൻ ഏൽപ്പിക്കും, ബാക്കി പടച്ചോൻ സംരക്ഷിക്കും. അല്ലെങ്കിൽ പടച്ചോനെ അതൊന്നും നഷ്ടമായി, അത് പൂട്ടേണ്ടി വന്നു, അതിലിപ്പോൾ എന്താ ഒരു വിഷമമില്ല. കാരണം എന്താണ്? അത് പടച്ചോൻ്റെ തീരുമാനമാണ്. ആ തീരുമാനം നമ്മൾ പൂർണ്ണ തൃപ്തിയോടുകൂടി അംഗീകരിക്കാൻ. അതാണ് ഏതൊരു അല്ലാഹുവിൻ്റെ തീരുമാനത്തിലും സംതൃപ്തമായൊരു മനസ്സുണ്ടാകുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കരമായ മാറ്റമാണ്. അത് ഒരാളെ കൊണ്ട് പറ്റാത്ത കാര്യം, ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട് സാധിക്കാത്ത കാര്യമാണ്. അത് വിശ്വാസികൾക്ക് മാത്രം കഴിയുന്ന കാര്യമാണ്. അള്ളാഹുവിൻ്റെ ഏത് തീരുമാനത്തിലും അത് നമുക്ക് പ്രതികൂലമാണ് എന്ന് തൽക്കാലം നമുക്ക് തോന്നുന്നതാണ്. അത് അനുകൂലമായിരുന്നു എന്ന് അവസാനം പരലോകത്ത് വെച്ചെങ്കിലും നമ്മൾ തിരിച്ചറിയണേ ഒരവസ്ഥ ഉണ്ടാവും, അല്ലേ?